നമസ്കാരം. ഏറ്റവും ലളിതമായി മലയാളികളെ ഇംഗ്ലീഷ് സംസാരിക്കുവാനും ഇംഗ്ലീഷ് ഗ്രാമർ സ്വായത്തമാക്കുവാനും പരിശീലനം നൽകുന്ന ഇംഗ്ലീഷ് മെയ്ഡ് ഈസി സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി ഈ സഹായക്രിയകൾ ഉപയോഗിച്ച് നൗൺ ചേർത്ത് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ ഉത്തരം നൽകാൻ സാധിക്കും എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. ഈ നൗൺസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് പഠിക്കാൻ പോകുന്നത്. ഈ തരത്തിലുള്ള നൗൺസ് ഉപയോഗിച്ച് യെസ് നോ ആൻസർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. നിൻ്റെ അമ്മ ഗായികയാണോ? ഇത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഈസ് യുവർ മദർ എ സിംഗർ. എന്തുകൊണ്ട് മലയാളത്തിൽ ഒരു എന്നുപയോഗിക്കുന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൽ എ എന്നുപയോഗിക്കുന്നു? ഈസ് യുവർ മദർ എ സിംഗർ. മലയാളത്തിൽ നിൻ്റെ അമ്മ ഗായികയാണോ, ഒരു ഗായികയാണോ എന്ന് ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ കൗണ്ടബിൾ നൗൺസിന് മുൻപ് ഏകവചനമാണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. അപ്പം അത് പ്ലൂറലാണെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും ഗായകരാണോ? അവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന നൗണും പ്ലൂറലാണ്. ഗായകർ, അച്ഛൻ, അമ്മ, 2 പേർ. അപ്പോൾ ഈസ് യുവർ ഫാദർ ആൻഡ് യുവർ മദർ തെറ്റാണ്, കാരണം പ്ലൂറലാണത്. ആർ യുവർ ഫാദർ ആൻഡ് മദർ. എ സിംഗർ തെറ്റാണ്, 2 പേരായതുകൊണ്ട് പ്ലൂരൽ ഓബ്ജക്റ്റ് വരണം, പ്ലൂരൽ നൗൺ വരണം. ആർ യുവർ ഫാദർ ആൻഡ് മദർ സിംഗേഴ്സ് നൗ. 2 വർഷം മുൻപ് നിൻ്റെ അമ്മ ഗായികയായിരുന്നോ? വാസ് യുവർ മദർ എ സിംഗർ 2 years ago? 2 വർഷം മുൻപ്. ഇപ്പോൾ വാസ് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞ സമയത്തെ പറ്റി ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. വാസ് യുവർ മദർ എ സിംഗർ 2 years ago? വേർ യുവർ പേരൻസ് സിംഗേഴ്സ് ബിഫോർ? അല്ലെങ്കിൽ വേർ യുവർ പേരൻസ് സിംഗേഴ്സ് 2 years ago? ഇനി വിൽ ബി. വിൽ ബിയോടൊപ്പം വരേണ്ടത് എനി സബ്ജക്റ്റ്, പക്ഷേ ഫ്യൂച്ചർ ടൈം. വിൽ യുവർ മദർ ബി എ സിംഗർ ഇൻ ദ ഫ്യൂച്ചർ? നടക്കാനുള്ളതാണത്. വിൽ യുവർ മദർ ബി, സബ്ജക്റ്റിന് ശേഷം ബി, സബ്ജക്റ്റിന് മുൻപ് വിൽ. വിൽ യുവർ മദർ ബി എ സിംഗർ നെക്സ്റ്റ് ഇയർ? ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈസിനോടൊപ്പം സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ ഓബ്ജക്റ്റ്, സമയം ഇപ്പോൾ. ആറിനോടൊപ്പം യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ്, പ്ലൂരൽ ഓബ്ജക്റ്റ്, സമയം നൗ. വാസിനോടൊപ്പം സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ ഓബ്ജക്റ്റ്, സമയം മുമ്പ്. വേറിനോടൊപ്പം യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ്, പ്ലൂരൽ നൗൺ, സമയം മുൻപ്.
വിൽ ബിയോടൊപ്പം എനി സബ്ജക്റ്റ്. ഓബ്ജക്റ്റ് സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. സമയം ഫ്യൂച്ചർ ടൈം. ഈ സ്ട്രക്ചർ വെച്ച് അമ്മ ഗായിക. ഈസ് യുവർ മദർ എ സിംഗർ നൗ? ആർ യുവർ മദർ ആൻഡ് യുവർ സിസ്റ്റർ സിംഗേഴ്സ് നൗ? Was your mother a singer last year? Were your mother and your sister singers last year? Will your mother be a singer next year? ഈ ചോദ്യവും യെസ് ആൻസറും നോ ആൻസറും ഒരുമിച്ച് എങ്ങനെ നൽകാം എന്ന് നമുക്കിപ്പോൾ പരിശോധിക്കാം. ഈസ് യുവർ മദർ എ സിംഗർ നൗ? യെസ്, മൈ മദർ ഈസ് എ സിംഗർ നൗ. നോ, മൈ മദർ ഈസ് നോട്ട് എ സിംഗർ നൗ. ആർ യുവർ മദർ ആൻഡ് യുവർ സിസ്റ്റർ സിംഗേഴ്സ് നൗ? യെസ്, മൈ മദർ ആൻഡ് മൈ സിസ്റ്റർ ആർ സിംഗേഴ്സ് നൗ. No, my mother and my sister are not singers now. Was your mother a singer last year? Yes, my mother was a singer last year. No, my mother was not a singer last year. Were your mother and your sister singers last year? Yes, my mother and my sister were singers last year. No, my mother and my sister were not singers last year. Will your mother be a singer next year? Yes, my mother will be a singer next year. No, my mother will not be a singer next year. രഘു ഓബ്ജക്റ്റ് നൗൺ ഉപയോഗിക്കുന്നത് മദ്യപാനി. ഈസ് രഘു എ ഡ്രങ്കഡ് നൗ? യെസ്, രഘു ഈസ് എ ഡ്രങ്കഡ് നൗ. നോ, രഘു ഈസ് നോട്ട് എ ഡ്രങ്കഡ് നൗ. ഫോർമുല: ഇതിനെ ആറിലേക്ക് മാറ്റുകയാണെങ്കിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. രഘു ഒരാളാണ്. ആർ ഉപയോഗിക്കുമ്പോൾ പ്ലൂരൽ സബ്ജക്റ്റ് വേണം. അപ്പോൾ ആർ രഘു ആൻഡ് രമേശ് ഡ്രങ്കഡ്സ് നൗ? യെസ്, രഘു ആൻഡ് രമേശ് are drunkards now. No, Raghu and Ramesh are not drunkards now. Formula: ഇനി അതിനെ വാസിലേക്ക് മാറ്റുക. സിംഗുലർ സബ്ജക്റ്റാണ് ചേരുന്നത്. വാസ് രഘു എ ഡ്രങ്കഡ് 10 years ago? യെസ്, രഘു വാസ് എ ഡ്രങ്കഡ് 10 years ago. നോ, രഘു വാസ് നോട്ട് എ ഡ്രങ്കഡ് 10 years ago. ഫോർമുല: വാസ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ ഓബ്ജക്റ്റ് പ്ലസ് past time. S comma plus singular subject plus
was plus singular object plus past time. No comma plus singular subject plus was not plus singular object plus past time. ഇനി അതിനെ വേറിലേക്ക് മാറ്റുക. വേർ രഘു ആൻഡ് രമേശ് drunkards 10 years ago. Yes, Raghu and Ramesh were drunkards 10 years ago. No, Raghu and Ramesh were not drunkards 10 years ago. Formula. Where plus you അല്ലെങ്കിൽ plural subject plus plural object plus past time. Yes answer. Yes comma plus I was അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് വേർ പ്ലസ് പ്ലൂറൽ ഓബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടൈം. നോ ആൻസർ. നോ കോമ പ്ലസ് ഐ വാസ് നോട്ട് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് വേർ നോട്ട് പ്ലസ് പ്ലൂറൽ ഓബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടൈം. ഇനി വിൽ ബി. Will Raghu be a drunkard next year? Yes, Raghu will be a drunkard next year. No, Raghu will not be a drunkard next year. Formula. Will plus any subject plus be plus object plus future time. Yes answer. Yes comma plus any subject plus will be plus object plus future time. No answer. No comma plus any subject plus will not be അല്ലെങ്കിൽ won't be plus object plus future time. നിന്റെ അയൽവാസി സബ്ജക്റ്റ് ഓബ്ജക്റ്റ് കല്ലാശാരി മേസൺ. ഈസ് യുവർ നെയ്ബർ എ മേസൺ നൗ? ആർ യുവർ നെയ്ബേഴ്സ് മേസൺസ് നൗ? വാസ് യുവർ നെയ്ബർ എ മേസൺ ബിഫോർ? Were your neighbors masons last year? Will your neighbor be a mason next year? അതിൻ്റെ പോസിറ്റീവ് മാത്രം. My neighbor is a mason now. My neighbors are masons now. My neighbor was a mason before. My neighbors were masons before. My neighbor will be a mason next year. And a negative statement. My neighbor is not a mason now. My neighbors are not masons now. My neighbor was not a mason before. My neighbors were not masons before. My neighbor will not be a mason next year. എനിക്ക് എൻ്റെ കുടുംബത്തെപ്പറ്റി ഈസ് വാസ് ആർ വേർ വിൽ ബി പ്ലസ് നൗൺ ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് പറ്റും. മൈ ഫാദർ ഈസ് എ ഫാർമർ നൗ. മൈ മദർ ഈസ് നോട്ട് എ ഹോം മേക്കർ. മൈ eldest brother is an artist now. My youngest sister was an athlete before. My eldest brother was a carpenter 2 years ago. My younger brother is a non-smoker. My eldest brother is a teetotaler. My brother-in-law is a teacher now. My elder brothers are
sports persons now. My cousins were musicians before. My elder brothers will be policemen next year. My elder sisters will not be nuns in the future. My nieces were actresses last year. ഈ രീതിയിൽ സ്ക്രീനിൽ കാണാൻ പോകുന്ന നൗൺസ് ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് രൂപീകരിക്കുക.